ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് പൊന്നു ബാത്റൂമിൽ കുളിക്കുകയാണ്. ആ സമയത്ത് അബി ചോദിക്കുന്നുണ്ട്, പൊന്നു കുളി കഴിഞ്ഞില്ലേ? അച്ഛാ, എൻ്റെ കമ്മലിൽ ടവല് കുരുങ്ങിയച്ചാ, അത് ഞാനൊന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. അയ്യോ മോളത് എങ്ങനെങ്കിലും എടുക്കാൻ ശ്രമിക്ക്, കാത് മുറിയല്ലേ, സൂക്ഷിച്ചു വേണം. അപ്പോൾ പൊന്നു വീണ്ടും പറയുകയാണ്, പൊന്നുവിന് വേദനിക്കുകയാണ്. എന്തായാലും ഞാൻ നോക്കട്ടെ അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട. തുടർന്ന് വീണ്ടും പൊന്നു പറയുക, അയ്യോ അച്ഛാ, കമ്മല് പൊട്ടിപ്പോയി. ആ മോളെ, കാത് വല്ലതും മുറിഞ്ഞോ? ഇല്ല. അച്ഛാ, അച്ഛൻ്റെ ആ ഫ്രോക്ക് എടുത്തു തരാമോ? പൊന്നു, നീ മാറാനുള്ള ഡ്രസ്സ് എടുക്കാതെയാണോ ബാത്റൂമിൽ കയറിയത്? അയ്യോ അച്ഛാ, അത് താഴെ വീണങ്ങ് നനഞ്ഞുപോയി, വേറൊരെണ്ണം എടുത്തു തരുമോ അച്ഛാ? അപ്പോൾ അബി, അവിടെ നിൽക്ക്, ഞാൻ നോക്കട്ടെ. ഇത് പറഞ്ഞിട്ട് അബി അലമാരിയിൽ തപ്പുകയാണ് ഫ്രോക്കിന് വേണ്ടി. ഈ സമയത്ത് പൊന്നു വീണ്ടും പറയുകയാണ്, ഒന്ന് വേഗം കൊണ്ടു അച്ഛാ, എൻ്റെ പൊന്നു നീയൊന്ന് അടങ്ങ്, ഞാനൊന്ന് നോക്കട്ടെ. ഇത് പറഞ്ഞിട്ട് അബി തുടർന്ന് ഒരു ഫ്രോക്ക് എടുത്ത് പൊന്നുവിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം ഇട്ടിട്ട് വാ എന്ന് പറയുന്ന സമയത്ത് തന്നെ ജാനകിയുടെ ഫോൺ വരികയാണ്. പെട്ടെന്ന് അബി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയുക, നല്ല സമയത്താണ് നീ വിളിച്ചത്. എന്താ അബിയേട്ടാ? ഞാൻ പൊന്നുവിനെ ബാത്റൂമിൽ കുളിക്കാൻ കയറ്റിയതാണ്. ദേ ഇപ്പോൾ ടവല് കമ്മലിൽ കുരുങ്ങി. അവളെ എന്തിനാ അബിയേട്ടാ ഒറ്റയ്ക്ക് കുളിക്കാൻ കയറ്റിയേ? അബിയേട്ടൻ എന്തായി കാണിച്ചേ? ജാനകി, ഞാൻ കുളിപ്പിക്കാമെന്ന് പറഞ്ഞതാ, പക്ഷെ കേൾക്കണ്ടേ? അതെങ്ങനെയാ? നിന്റെ അല്ലേ മോള്? എനിക്കറിയാം അബിയേട്ടാ, പൊന്നുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. പിന്നെ അബിയേട്ടൻ അവിടെ നിൽക്കണ്ട, അബിയേട്ടനും കൂടി വാ. കൊള്ളാം, ഇപ്പം അങ്ങനെയായി അല്ലേ? തമ്പി മണം പിടിച്ച് നടക്കുകയാണിപ്പോൾ. മറ്റൊരു വഴിക്ക് അയാളെ ഞാൻ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അയാളുടെ കണ്ണിൽ പെടാതിരിക്കാൻ നിങ്ങൾ അവിടെ നിൽക്കാവൂ. അബിയേട്ടാ, അമ്മയെ ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോൾ അമ്മയെ നോക്കുന്നത് ഡോക്ടർ എലിസബത്ത് ആണ്. എനിക്ക് അവരിൽ നല്ല പ്രതീക്ഷയുണ്ട്. നന്നായി വരട്ടെ. പിന്നെ അബിയേട്ടാ, ഈ ടൗണിൽ തന്നെയാണ് മുത്തശ്ശിയുള്ള കാരുണ്യദീപം. ഇത്ര അടുത്തു വന്ന് താമസിക്കുമ്പോൾ ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ പോട്ടെ. ദേ, നീ മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ. വീട് വിട്ടിറങ്ങുന്നത് ഹോസ്പിറ്റലിലേക്ക് മാത്രം മതി. ഇത്രയും പറയുമ്പോഴേക്കും പെട്ടെന്ന് ഓടി വന്ന് പൊന്നു ഫോൺ മേടിച്ചിട്ട് അമ്മേ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ജാനകി, മോളെ, അച്ഛൻ പറഞ്ഞു നീ കമ്മലൊടിച്ചെന്ന്. അമ്മ, ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. മോളെ, നീ അച്ഛനെ ബുദ്ധിമുട്ടിക്കരുതേ. നിനക്ക് ചെയ്യാവുന്നതൊക്കെ നീ തനിച്ചു ചെയ്യണം. അമ്മ ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ വളർന്നത്. അപ്പോൾ പൊന്നു പറയുക, അമ്മേ, പൊന്നുവിൻ്റെ ഡ്രസ്സ് ഇന്ന് അച്ഛനാ തേച്ചത്. നീ അച്ഛനെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പൊന്നു വീണ്ടും ചോദിക്കുക, അമ്മേ, എനിക്ക് അമ്മമ്മയെ ഒന്ന് കാണിച്ചു തരാമോ? അതിനെന്താ മോളെ, ഇപ്പം കാണിക്കാമല്ലോ. ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണേ, എന്നിട്ട് അമ്മമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ വീഡിയോ കോൾ വിളിക്കാം എന്ന് പറഞ്ഞ് ജാനകി രാധാമണിയുടെ റൂമിലേക്ക് ഫോണുമായിട്ട് പോവുകയാണ്. തുടർന്ന് കാണുന്നത് ജാനകി അന്വേഷിച്ചു വന്ന ആ മനുഷ്യൻ റോഡിൽ കിടന്ന് അക്രമാസക്തനാകുന്നത് പോലെ അലറി നിലവിളിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ കൂടെയുണ്ടായിരുന്ന അയാളുടെ ഡ്രൈവർ പറയുന്നുണ്ട്, നമുക്ക് പോകാം നകുലേട്ടാ, ഈ റോഡ് ചെന്ന് കയറുന്നത് ഹൈവേയിലേക്കാണ്, നമുക്കിവിടുന്ന് പോകാം. എടാ, എൻ്റെ മുൻപിൽ അവൾ വന്നതാണ് നീണ്ട 7 വർഷങ്ങൾക്ക് ശേഷം. ഇത് നകുലന് വെറും 7 ദിവസങ്ങൾ മാത്രമാടാ. നകുലേട്ടാ, അവൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായല്ലോ. അവൾ നമ്മുടെ കയ്യിൽ വന്ന് വീഴും. എടാ, അവളുടെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇനി കല്യാണം കഴിഞ്ഞാലും നകുലനത് പ്രശ്നമല്ല. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അത് അവളുടെ ആരുമല്ല. നകുലൻ കാത്തിരുന്നത് വെറുതെ ആയിരുന്നില്ലടാ. എന്നിട്ട് ജാനകി എന്ന് പറഞ്ഞ് 2 കൈകളും ഉയർത്തി അയാൾ ഉറക്കെ അലറി വിളിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അജയ്യെയാണ്. അജയ് മുകളിലത്തെ നിലയിൽ റൂമിന് പുറത്തുള്ള ലിവിംഗ് സ്പേസിൽ അങ്ങനെ വിഷണ്ണനായിരിക്കുകയാണ്. ഈ സമയത്ത് നിരഞ്ജന അവിടേക്ക് വരുന്നുണ്ട്. അജയ്യെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അജയ് ഇവിടെ ഇരിക്കുന്നത്? അത് നിരഞ്ജനയെ ഒന്ന് കാണാനിരുന്നതാ. ഇപ്പോൾ ഭാര്യയെ ഭർത്താവിനൊന്ന് കാണണമെങ്കിൽ ഇങ്ങനെ കാത്തിരുന്നാലേ പറ്റൂ. ബെഡ്റൂമിൽ പോലും കയറി വരാറുമില്ല. അപ്പോൾ നിരഞ്ജന, അജയ് തന്നെയാണ് ആ ശീലം എന്നെ പഠിപ്പിച്ചത്. അജയ് ബിസിനസ് ടൂറുമായിട്ട് കറങ്ങി നടന്നപ്പോൾ തനിച്ച് കഴിയുവാൻ ഞാൻ ശീലിച്ചതാണ്. അതാണ് ഇങ്ങനെയൊക്കെ. ബോറടി ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ബോറടിയും മാറിക്കിട്ടി, സമയമാണെങ്കിൽ ഒന്നിനും തികയുന്നുമില്ല. അത് കേട്ടിട്ട് അജയ്, സമയം തികയുന്നവരായിട്ട് ആരുമില്ല. ഏത് തിരക്കിനിടയിലും നാം സമയം കണ്ടെത്തണം. ഉടനെ നിരഞ്ജന ചോദിക്കുകയാണ്, അല്ല, എന്തിനുള്ള സമയമാണ് അജയ് ചോദിച്ചത്? അതും ഞാനിപ്പോൾ വിശദീകരിച്ചു തരണോ? ജീവിക്കാനുള്ള സമയം. കൊള്ളാം. ഞാൻ ജീവിതം ആസ്വദിക്കുന്നതേ ദേ ഇപ്പം ഇങ്ങനെയാ. ഇഷ്ടം പോലെ കേസുകളാണ്. ഞാൻ കേസ് വാദിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അച്ഛനെ സമീപിക്കുന്നത് കണ്ടമാനം ആളുകളാണിപ്പോൾ. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളല്ലേ അജയ്? ആരും അറിയാത്തവളായി ഒതുങ്ങിക്കഴിഞ്ഞിരുന്നെങ്കിലോ? ഈ വഴിമുട്ടി നിൽക്കുമ്പോൾ ദൈവം വഴി തുറന്നു തരും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. ആകെ ഡിപ്രഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് നിനക്ക് പ്രാക്ടീസ് ചെയ്തുകൂടെ എന്ന് ജാനകിയടത്തി ചോദിച്ചത്. സത്യം പറഞ്ഞാൽ മരിച്ചു കളഞ്ഞാലോ എന്ന് ചിന്തിച്ചു പോയ നിമിഷങ്ങളായിരുന്നു അത്. പക്ഷേ ജാനകിയടത്തി എനിക്ക് കാണിച്ചു തന്നത് ശരിയായ വഴിയാണ്, നിരഞ്ജന സഞ്ചരിക്കേണ്ട വഴി. ഇപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പിയാണ്. മാത്രമല്ല അച്ഛനും ഹാപ്പിയാണ്. ഇതിൽ കൂടുതൽ എനിക്കിനി എന്താണ് വേണ്ടത്?
അത് കേട്ടിട്ട് അജയ് ചോദിക്കുകയാണ്, മരിച്ചു കളയാൻ തക്കവണ്ണം ചിന്തയുണ്ടാവാൻ ഇപ്പം എന്താ ഉണ്ടായത്? നിരഞ്ജന എന്നെ മറന്നാണ് സംസാരിക്കുന്നത്. അജയ് ഈ പ്രൊഫഷൻ വേണ്ടെന്ന് വെച്ചതല്ലേ? എന്നേക്കാൾ പേരെടുത്ത വക്കീലാകാമായിരുന്നു അജയ്ക്ക്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച വരുമാനം അത് അജയ്ക്ക് പോരാ. ബാംഗ്ലൂരിലെ ഫ്രണ്ടുമായി കോടികളുടെ ബിസിനസ്സിൽ ഏർപ്പെട്ടു. അജയ്ക്ക് ആ വഴിക്ക് പോകാം, ഞാൻ ദേ ഇതുമായിട്ട് ഒതുങ്ങി അങ്ങ് ജീവിച്ചോളാം. അപ്പോൾ അജയ്, ഇതൊരുമാതിരി ഒഴിവാക്കലാണ് നിരഞ്ജന. നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് തുറന്ന് സംസാരിക്കണം. അജയ്ക്ക് ഞാനുള്ളതാണ് ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോൾ വരും. അത് അറ്റൻഡ് ചെയ്യുവാനും സംസാരിക്കുവാൻ വേണ്ടി അജയ്ക്ക് അപ്പോൾ പുറത്തു പോകണം. ഞാൻ ലൈറ്റ് ഇട്ടുകൊണ്ടിരുന്നാൽ ഉറങ്ങാനും തടസ്സമാകും. അപ്പോൾ അജയ്, റീസൺ ഓരോന്ന് നീ തന്നെ കണ്ടെത്തുകയാണ്. അജയ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും വലിയ പാഠം. ഇപ്പോൾ എൻ്റെ പോളിസിയും അത് തന്നെയാണ്. അല്ല, അജയ്ക്കിപ്പോൾ ബാംഗ്ലൂർ യാത്രയൊന്നുമില്ലേ? നിരഞ്ജന ഇത് ചോദിക്കുന്ന സമയത്ത് നിരഞ്ജനയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഉടനെ തന്നെ ആ ഫോൺ എടുത്ത് നോക്കിയിട്ട് നിരഞ്ജന അജയോട് പറയുകയാണ്, അജയ്, ഞാൻ ഈ ഫോൺ ഒന്ന് എടുത്തോട്ടെ. ഹലോ, അതെ, അഡ്വക്കേറ്റ് നിരഞ്ജന ഉണ്ണിത്താൻ. ഇത് പറഞ്ഞുകൊണ്ട് നിരഞ്ജന ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ഉടനെ അജയ് അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, അവളുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വീണ് കിടക്കുന്നുണ്ട്. എന്നിട്ടും നിരഞ്ജന എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നീട് കാണുന്നത് അപർണയും തൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടുള്ള സംസാരമാണ്. അപർണയുടെ സുഹൃത്ത് അപർണയോട് പറയുകയാണ്, സത്യം പറയാമല്ലോ അപർണയെ, നീ ഇപ്പോഴും അമലിൻ്റെ ഭാര്യയായി ആ വീട്ടിൽ കഴിയുന്നത് അതിലെനിക്ക് അത്ഭുതമാണ് തോന്നുന്നത്. അതെന്താടി നിനക്കിത്ര അത്ഭുതം തോന്നാൻ? UK പോയി പഠിച്ചിട്ട് വന്നോളല്ലേ ഞാൻ. UK പോയി പഠിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ടെന്താ ബന്ധങ്ങൾക്ക് വിലയില്ലാതാകുമോ? ശാരദേ, നീ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. എടി, നീ പറഞ്ഞതിലൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൽ കാര്യഗൗരവമുള്ള ഒരാൾ തന്നെയാണെന്നാണ്. അമലിനെ നീ മോശക്കാരനാക്കുവാൻ മധുമിതയെ വെച്ച് നടത്തിയ കളികളെല്ലാം അവൾ എന്നോട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. മധുമിതയെ നീ ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് കട്ട് ചെയ്യുകയും ചെയ്തു. അമലൊരു മണ്ടനായതുകൊണ്ടാണോ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ച് ഇപ്പോഴും കൊണ്ടുപോകുന്നത്? എൻ്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി നീ ആദ്യം താ. അപ്പോൾ അപർണ, അമലും മണ്ടനൊന്നുമല്ല, പക്ഷേ അവൻ്റെ ഏട്ടനോടും ഏട്ടത്തിയോടുമുള്ള വിധേയത്വം, അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ തൻ്റെ കൂട്ടുകാരി പറയുകയാണ്, സത്യത്തിൽ നിങ്ങളുടെ റിലേഷൻ ഇപ്പോഴും തകർന്നു പോകാതിരിക്കുന്നത് അമൽ വ്യക്തിത്വമുള്ളൊരു ചെറുപ്പക്കാരനായതുകൊണ്ട് മാത്രമാണ്. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് നീ സ്നേഹത്തോടൊരു വാക്ക് അമലിനോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അപർണ, അതിന് ഒരു പെണ്ണിൻ്റെ മനസ്സ് കീഴടക്കാൻ അറിയണം. അതെന്താടി, ആണിനൊരു മനസ്സില്ലേ? പെണ്ണിൻ്റെ പുറകിന് പല ആൺപിള്ളേരും നടക്കും. എന്നാൽ ഒരു പെണ്ണ് ഇഷ്ടപ്പെടുന്ന ആണിൻ്റെ മനസ്സ് കീഴടക്കാൻ അവൾക്ക് കുറേ അധികം പാടുപെടേണ്ടി വരും. സത്യത്തിൽ നിനക്ക് അമലിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടമുണ്ടോ? ഇങ്ങനൊരു ചോദ്യം നീ പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? അപ്പോൾ അപർണ പറയുകയാണ്, അങ്ങനെ ചോദിച്ചാൽ അമലിനെ ചില സമയങ്ങളിലൊക്കെ എനിക്കിഷ്ടമായി തോന്നും. എടി, അമൽ ഏട്ടനെ സ്നേഹിക്കുന്നതാണ് നിന്റെ പ്രശ്നം. നീയും അമലും തമ്മിൽ ഒറ്റ വീട്ടിലാകുമ്പോൾ മാത്രമേ നിനക്ക് അമലിനോടുള്ള സ്നേഹം മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയാലോ? അമൽ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നിന്നിൽ നിന്ന് ലഭിക്കില്ല എന്ന് അമലിനറിയാം. ഒരു നോട്ടം കൊണ്ട് പോലും അങ്ങനൊരു സാഹചര്യം അവൻ്റെ ഉള്ളിൽ നീ ഉണ്ടാക്കിയിട്ടുമില്ല. പകരം അമലിനെ കഴിവ് കെട്ടവൻ എന്ന് പറഞ്ഞ് താഴ്ത്തിക്കെട്ടാനാണ് നീ ശ്രമിച്ചത്. പെട്ടെന്ന് അപർണ പറയുകയാണ്, എടി, എനിക്ക് ആ വീട്ടിലുള്ള ആരെയും ഇഷ്ടമല്ല. എടി, നീ നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. പക്ഷേ ഇനി നീ ഒരു കാര്യം കൂടി ചിന്തിക്കണം. അമലിന് ഒരു റിലേഷൻ ഉണ്ടാകുവാൻ അധിക സമയമൊന്നും വേണ്ട. അവനെ ഏതെങ്കിലും ഒരു പെണ്ണ് നോട്ടമിട്ടാൽ ആദ്യം അവൾ എടുത്ത് പ്രയോഗിക്കുന്നത് നിന്റെ ഇത്തരം സ്വഭാവങ്ങൾ തന്നെയായിരിക്കും. ഇതുവരെയും അവൻ അങ്ങനെ ഒരു റിലേഷനിൽ പോയി പെടാത്തത് അവൻ്റെ ക്യാരക്ടറിൻ്റെ ഗുണം കൊണ്ട് മാത്രമാണ്. ഒരു ഭാര്യ ഉണ്ടായിട്ടും വേറെ റിലേഷൻഷിപ്പ് ഉള്ളിൽ കൊണ്ടു നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അമലിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിനക്ക് മാത്രമേ അത് ദോഷമായി തീരുകയുള്ളൂ. ഇപ്പോഴും കാര്യങ്ങളെല്ലാം നിന്റെ കയ്യിൽ പിടിയിൽ തന്നെയാണ്. കമ്പനിയുടെ CEO ആണ് ഇപ്പോൾ അമൽ. അബിയാണെങ്കിൽ അധികം വൈകാതെ ജാനകിയുടെ വഴിയിൽ പോകും. ഇനിയെങ്കിലും ഒരു ജീവിതം വേണം എന്നുള്ള ആഗ്രഹം നിനക്ക് വേണ്ടേ? ഇത് കേട്ടിട്ട് ദേഷ്യത്തോട് അപർണ ചോദിക്കുകയാണ്, ഞാൻ അവൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എടി, തോറ്റുകൊടുക്കുക അല്ല വേണ്ടത്, സ്നേഹിക്കുകയാണ് വേണ്ടത്. അമൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനല്ലേ. സ്നേഹം കൊണ്ട് അമലിനെ നിനക്ക് നിന്റെ വരുതിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഏട്ടനും ഏട്ടത്തിയുമൊക്കെ 2ാം സ്ഥാനത്താവും. മനസ്സിലിങ്ങനെ കുത്തിത്തിരികി വെച്ചിരിക്കുന്ന ഈ പ്രതികാരവുമായിട്ട് നീ നിന്റെ നല്ല സമയം കളഞ്ഞു കുളിക്കാതെ നീ നല്ല രീതിയിൽ ജീവിക്കാനാണ് ഞാൻ പറയുന്നത്. കൂട്ടുകാരിയുടെ ഈ ഉപദേശങ്ങളൊക്കെ കേട്ടുകൊണ്ട് അപർണ അങ്ങനെ ചിന്തയിലാണ്ട് വിജനതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. പിന്നീട് കാണുന്നത് വിശ്വനാഥൻ തമ്പിയെയും അബിയെയുമാണ്. തമ്പി അബിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, പറയടാ, എൻ്റെ മോനെന്ന് പറഞ്ഞൊരുത്തരെ ഇറക്കി വിട്ടിട്ട് എന്നെ വരട്ടാമെന്ന് കരുതിയിട്ട് ഇപ്പം എന്തായി? എടാ, നിനക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടാ. നിന്റെ തരികിട പരിപാടി നീ അങ്ങ് നിർത്തിക്കൂ. ഉടനെ അബി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്,
അത് ശരി. അപ്പോൾ അച്ഛനും മോനും തമ്മിൽ അങ്ങ് ടൈപ്പായോ? അല്ല, അവനെന്നെ കോണ്ടാക്ട് ചെയ്യാത്തതിന്റെ കാരണം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സക്കീർ ബായിയെയും വിളിക്കാറില്ലത്രേ. അല്ല, അവൻ എന്ത് കൊടുത്താണ് ഒതുക്കി വിട്ടത്? എടാ, നീ കളിക്കുന്നതേ തമ്പിയോടാ. ഹഹ, നിങ്ങളോട് കളിക്കാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല തമ്പി. ഞാൻ ഇറങ്ങിയാലേ നിങ്ങളത് താങ്ങില്ല. രാധാമണി വാരസിയുടെ മകനെന്ന് പറഞ്ഞ് ഞാൻ ഒരുത്തനെയും കൊണ്ടുവരില്ല. ഞാൻ കൊണ്ടുവരുന്നതേ സാക്ഷാൽ രാധാമണി വാരസ്യരെ തന്നെയായിരിക്കും. അവൻ എവിടെ നിന്ന് വന്നെന്നോ എങ്ങോട്ട് പോയെന്നോ എനിക്കറിയില്ല. അവനെ കണ്ടുപിടിച്ച് തീർത്ത് കളയാനുള്ള മണ്ടത്തരം നിങ്ങൾ കാണിക്കില്ലെന്നും എനിക്കറിയാം. കാരണം നിങ്ങളുടെ തലയ്ക്ക് മുകളിലെ രാധാമണി വാരസ്യരുടെ വാള് തൂങ്ങിക്കിടപ്പുണ്ട്. മകനെ കാണാതായാലേ അവരിഞ്ഞു പോരും. ഹ, നിങ്ങളുടെ പേരും പറഞ്ഞ് ഒരുത്തൻ വന്നിട്ടും ഞാൻ ഈ വിവരം പുറത്തുവിടാതിരിക്കുന്നതേ ആ സ്ത്രീയുടെ രംഗപ്രവേശനത്തിനു വേണ്ടിയാണ്. അപ്പോൾ തുടങ്ങും നമ്മൾ തമ്മിലുള്ള കളി. തമ്പി കാത്തിരുന്നു. ആ കളിയുണ്ടല്ലോ, അത് എൻ്റെ ജയത്തിനു വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ കാത്തിരിക്കുവടാ. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് കാലം കുറെ ആയതാ. ഇത് കേട്ടിട്ട് അഭി പറയുകയാണ്, 2 കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുത തീർക്കുവാൻ വേണ്ടിയാണ് എൻ്റെ ഭാര്യ നിങ്ങളുടെ മകളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ തീരുമാനിച്ചത്. ചെയ്യാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഞങ്ങൾ ആ വിവാഹം അങ്ങ് നടത്തി. പക്ഷേ താൻ തൻ്റെ മകളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറ്റിവിട്ടത് അവൾ ജീവിച്ച് കാണാൻ വേണ്ടിയല്ല, ഞങ്ങളെ തമ്മി തല്ലിച്ച് കുടുംബം കുളം കോരാൻ വേണ്ടിയാണ്. തൻ്റെ മകൾക്ക് ഒരു പരിധിവരെ അതിന് കഴിഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ നഷ്ടപ്പെടുവാൻ കാരണം നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. പക്ഷെ തമ്പി, നിങ്ങൾ അളകാപുരിയിലേക്ക് കയറ്റിവിട്ട നിങ്ങളുടെ മകളുണ്ടല്ലോ, ഇരുതല മൂർച്ചയുള്ളൊരു വാളാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയാതെ പോയി. ഒരേ സമയം 2 പക്ഷത്തെയും തലകൾ അവൾ അരിഞ്ഞിടും. ആ കൂട്ടത്തിൽ നിങ്ങളുമുണ്ടാവും. ഉറപ്പായിട്ടും തൻ്റെ നേരെ അവൾ വിരൽ ചൂണ്ടുമിടൂ. ഇത്രയും കേട്ടിട്ട് തമ്പി ചോദിക്കുകയാണ്, തീർന്നോടാ? എടാ, ഇതൊക്കെ നിന്റെ വെറും മോഹങ്ങൾ മാത്രമാണ്. നിന്റെ തന്തയും ഇതുപോലെ തന്നെയായിരുന്നു. തമ്പിയെ നേരിടാൻ ഒരു രാധാമണി വാരസ്യരും വരാൻ പോകുന്നില്ലടാ. അവൾക്കറിയാം തമ്പി ആരാണെന്നുള്ളത്. അതിനുള്ള അനുഭവം അവൾക്ക് ഞാൻ മുമ്പ് സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പഴയ കണക്കുമായിട്ട് വന്നാൽ അവളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യവും എനിക്കറിയാം. അത് അവൾക്ക് നന്നായിട്ടറിയാം. അവളുടെ തന്ത പണ്ട് എനിക്കെതിരെ കേസിന് പോയ കാര്യം മാത്രം മതി. പിറ്റേന്ന് അവൾ കാണുന്നതേ അവളുടെ തന്ത കഴുക്കോലിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നതാണ്. ആ വിധി അവളുടെ മോനും വരുമെന്ന് ആരും അവൾക്ക് പറഞ്ഞു കൊടുക്കണ്ട. തന്തയെ ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് അവൻ വന്നതെങ്കിൽ അവൻ കണ്ടിട്ട് മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. അതിനിടയിൽ മോനെ അബി, നീ പുട്ടുകച്ചവടത്തിന് ഇറങ്ങല്ലേ. ഇത് കേട്ടിട്ട് അബി ചോദിക്കുകയാണ്, അപ്പോ രാധാമണി വാര്യസരെ നശിപ്പിച്ചതും ആ സ്ത്രീയുടെ അച്ഛനെ കൊലപ്പെടുത്തിയതും താനാണെന്ന് താൻ സമ്മതിച്ചു അല്ലേ? അതേടാ, ഒരു രാധാമണി വാരസ്യരിലൊന്നും ഒതുങ്ങില്ല തമ്പി. പറയാനാണെങ്കിൽ പെണ്ണുങ്ങൾ ഒത്തിരിയുണ്ട്. നിനക്ക് എന്ത് യോഗ്യതയാടാ ആണാണെന്ന് പറഞ്ഞു നടക്കാൻ? ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് വീട്ടിൽ കൊച്ചിനെയും കളിപ്പിച്ചിരിക്കുന്ന നിനക്ക് ആ ഒരു കൊച്ചേ ഉണ്ടാവുകയുള്ളൂ. അവള് യോഗ്യതയുള്ള ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോവിടാ. ഇത് കേട്ടുകൊണ്ട് അബി പെട്ടെന്ന് തമ്പിയുടെ നേരെ എടാ എന്ന് വിളിച്ചുകൊണ്ട് കൈ ഉയർത്തുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് കൈ താഴ്ത്തിട്ട് പറയുകയാ, നിന്റെ ചെകിട് നോക്കി ഞാൻ അടിക്കാതിരിക്കുന്നത് നിന്റെ ഈ വെളിപ്പെടുത്തലുണ്ടല്ലോ, അതെൻ്റെ മൊബൈലിൽ റെക്കോർഡായതുകൊണ്ടാ. ഇത് പറഞ്ഞുകൊണ്ട് അബി തൻ്റെ മൊബൈലിൽ ആ വോയിസുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് തമ്പിയെ ഉയർത്തി കാണിക്കുകയാണ്. സത്യത്തിൽ ഈ കാഴ്ച കാണുമ്പോഴേക്കും വിശ്വനാഥൻ തമ്പി ഒന്ന് ഞെട്ടുകയാണ്. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന തമ്പിയുടെ മുഖത്ത് നോക്കി നല്ല ഒന്നാം തരം ഒരു ചിരി ചിരിച്ചിട്ട് അബി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് തമ്പി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ പകച്ചു നിൽക്കുകയാണ്. തുടർന്ന് കാണുന്ന കാഴ്ച, ജാനകി തുളസി കതിരുകളൊക്കെ നുള്ളിയെടുത്തിട്ട് മാല കുരുത്തുകൊണ്ടിരിക്കുകയാണ്. ആ മാല കുരുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് തൻ്റെ അമ്മ രാധാമണി മെല്ലെ നടന്നെത്തുന്നുണ്ട്. എന്നിട്ട് ഈ കാഴ്ച നോക്കിക്കൊണ്ട് രാധാമണി ജാനകിയുടെ മുൻപിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ജാനകി പറയുകയാണ്, ഇന്ന് ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസമല്ലേമ്മേ. മുറ്റത്താണെങ്കിൽ തുളസിയെല്ലാം കണ്ടമാനം വളർന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട തുളസിമാല തന്നെ ഇന്ന് വിഗ്രഹത്തിൽ ചാർത്താമെന്ന് കരുതി. ഇത് കണ്ടുകൊണ്ടൊരു ചെറുപുഞ്ചിരിയോടുകൂടി രാധാമണി ജാനകിയുടെ ഈ പ്രവൃത്തി തന്നെ നോക്കിയിരിക്കുമ്പോൾ ജാനകി ഇടയ്ക്ക് മാലകെട്ടൽ നിർത്തിയിട്ട് രാധാമണിയുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്, എന്തു പറ്റി? ഒന്നിനും താല്പര്യമില്ലാത്ത ആളാണല്ലോ. ഇപ്പം എന്താ ഇവിടെ കാണാനുള്ളത് ഇത്രയും? ഇത് ചോദിച്ചിട്ട് വീണ്ടും ജാനകി മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രാധാമണി ജാനകി അവിടെ കൊണ്ടുവച്ചിരിക്കുന്ന തുളസിയുടെ ആ കമ്പുകളിൽ നിന്നും ഒന്നെടുത്തതിന് ശേഷം അതിൻ്റെ നാം പൊടിച്ച് അത് ജാനകിയുടെ നേരെ നീട്ടുകയാണ്. അപ്പോൾ ജാനകി അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, കൃഷ്ണ, എൻ്റെ അമ്മയാണോ ഈ ചെയ്യുന്നേ? ഇതൊക്കെ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? ഇത് കേട്ടുകൊണ്ട് ഈ സമയത്ത് മേരിയമ്മ അകത്ത മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ സമയത്ത് വീണ്ടും രാധാമണി അടുത്ത നാമ്പ് പൊക്കിയെടുക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് മേരിയമ്മ ചോദിക്കുകയാണ്, ആഹാ, ഇതായിരുന്നോ ഇവിടെ അമ്മയുടെയും മോളുടെയും പണി? അപ്പോൾ ജാനകി, ഇത് കണ്ടോ മേരിയമ്മേ,
അമ്മ തുളസി എടുത്തു തരുന്നത്. മോളെ, രാധാമണിയുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. രാധാമണിയുടെ മനസ്സിൽ പഴയ ചിത്രങ്ങളൊക്കെ തെളിഞ്ഞു തുടങ്ങി മോളെ. കണ്ടോ, ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് രാധാമണി. ഇത് കേട്ടിട്ട് ജാനകി രാധാമണിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ തുളസിക്കതിർ കയ്യിൽ വെച്ചുകൊണ്ട് രാധാമണി അങ്ങനെ ചിന്തയിലേക്ക് ആഴ്ന്നു പോകുന്ന രംഗങ്ങളാണ്. പെട്ടെന്ന് ജാനകി പറയുന്നുണ്ട്, അമ്മയുടെ കണ്ണു നിറഞ്ഞല്ലോ. അപ്പോൾ മേരിയമ്മ പറയുകയാണ്, രാധാമണിയുടെ അച്ഛൻ മാധവ വാര്യർക്ക് ക്ഷേത്രത്തിൽ കഴകപ്പണിയായിരുന്നു. അച്ഛൻ മാല കെട്ടുന്നതാണ് ഇപ്പോഴും രാധാമണിയുടെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ രാധാമണി ഇങ്ങനെ വന്നിരിക്കുമോ ഇവിടെ? രാധാമണിയുടെ കണ്ണുകൾ നിറഞ്ഞത് ആ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞിട്ടാണ്. ഉടനെ രാധാമണിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചുകൊണ്ട് ജാനകി ചോദിക്കുകയാണ്, അമ്മ അച്ഛനെയാണോ ഓർത്തത്? ഈ സമയത്ത് രാധാമണിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. ജാനകി വീണ്ടും ചോദിക്കുകയാണ്, അച്ഛൻ മാല കെട്ടുന്നതാണോ അമ്മ ഓർത്തത്? ഇത് കേട്ട് ഉടൻ തന്നെ ജാനകിയുടെ കയ്യിൽ നിന്നും രാധാമണി തൻ്റെ കൈയുടെ പിടി പതിയെ വിടുവിക്കുകയാണ്. അല്പനിമിഷത്തിന് ശേഷം രാധാമണിയുടെ മുഖത്ത് നോക്കി വീണ്ടും ജാനകി ചോദിക്കുകയാണ്, ആരാണമ്മേ ഈ മാധവ വാര്യർ? അമ്മയൊന്ന് ഓർത്ത് നോക്കിക്കേ. അമ്മയുടെ അച്ഛനാണ് മാധവ വാര്യർ. ക്ഷേത്രത്തിൽ ദേവന് ചാർത്താൻ അച്ഛനല്ലേ മാല കിട്ടുന്നത്? ഇത്രയും കേട്ടപ്പോഴേക്കും രാധാമണി പെട്ടെന്ന് എഴുന്നേറ്റ് കണ്ണുനീരോടുകൂടി മുറിക്കകത്തേക്ക് നടന്നങ്ങ് പോവുകയാണ്. ഇത് കണ്ടിട്ട് ജാനകി മേരിയമ്മയോട് പറയുകയാണ്, അമ്മയുടെ മനസ്സിൽ നിന്നും ഓർമ്മകൾ പൂർണ്ണമായിട്ട് മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് മേരിയമ്മേ. നമുക്കത് ഉണർത്താനാവും. ഭഗവാനായിട്ട് അതിനൊരു വഴി തെളിയിച്ചു തന്നു. തുടർന്ന് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇരു കൈകളും കൂപ്പി നിറകണ്ണുകളോടുകൂടി ജാനകി എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയും കൂടി തുടർന്ന് കാണിക്കുന്നുണ്ട്. അവിടെ കട്ടിലിൽ അങ്ങനെ പുതച്ചുമൂടി മലർന്നു കിടക്കുന്ന അമലിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അപർണ സംസാരിക്കുകയാണ്, നീ എനിക്ക് നൽകുന്ന വില എനിക്ക് മനസ്സിലായി. ഭാര്യയെ വിശ്വസിക്കാൻ ആദ്യം പഠിക്കണം. ഇത് കേട്ടുകൊണ്ട് ചാടി എഴുന്നേറ്റിട്ട് അമൽ പറയുകയാണ്, ഓ, വിശ്വസിക്കാൻ പറ്റിയ ഒരു ഭാര്യ. ഭാര്യ എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നീ ജാനകിയടത്തിയെ കണ്ട് പഠിക്ക്. ഇത് കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ അപർണ അമലിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. തുടർന്ന് കാണുന്നത് ജാനകിയെ അന്വേഷിച്ചു വന്ന ആ നകുലൻ എന്നയാൾ ഒരാളിനോട് പറയുകയാണ്, ഞാൻ കണ്ടത് ജാനകിയെ തന്നെയാണ്. അല്ലെന്ന് നീ 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 എന്നോട് പറയണ്ട. ഇത് പറഞ്ഞുകൊണ്ട് അയാൾ ഭ്രാന്തമായിട്ട് അലറുകയാണ്. അടുത്തതായി കാണുന്നത് സക്കീർ ഹുസൈനും അബിയും കൂടി ഒരു ചിത്രകാരൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയി തമ്പിയുടെ ഫോട്ടോ കൊടുത്തിട്ട് പറയുകയാണ്, ദേ ഇതാണ് അയാളുടെ മുഖം. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇതിൽ നിന്നും 25 വർഷം പിന്നിലേക്കുള്ള ഒരു ചിത്രമാണ്. അന്ന് ഇയാൾ എങ്ങനെ ഇരുന്നു എന്ന് ഞങ്ങൾക്കറിയണം. ഇത് ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. ജാനകിയുടെയും അബിയുടെയും സീരിയൽ വളരെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. അടുത്ത ദിവസത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവുമായി മുന്നമേ തന്നെ എത്താം. ഇതുവരെയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നുകൂടി ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.